ഫ്രഷ് ചെറി വെച്ച് എങ്ങനെ പാൻകേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ചെറിയുടെ കുരു കളഞ്ഞെടുക്കാം. കുരു കളഞ്ഞെടുത്ത ചെറി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ചെറിയും പഴവും ഒന്നും മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഇങ്ങനെ ഉടച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ച ചെറി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് കൺസിസ്റ്റൻസി ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. പാൻ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ സ്പൂൺ വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് കട്ടിക്ക് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ചെറിയൊരു കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇത് അകം വേവത്തില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും അടി. പാൻ കേക്ക് ഒന്ന് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.